കോട്ടയം നഴ്സിംഗ് കോളേജ് റാഗിങ്ങിൽ പോലീസ് അന്വേഷണം വിപുലമാക്കും. കൂടുതൽ ഇരകൾ ഉണ്ടോ എന്നറിയാൻ കൂടുതൽ വിദ്യാർത്ഥികളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തും. അതേസമയം കേസിൽ കൂടുതൽ പ്രതികൾ ഇല്ല എന്ന പ്രാഥമികമായ നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. ഷിനോജ് ജസ്റ്റ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ഷിനോജ്, ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്ത് അല്ലെങ്കിൽ ലഭിച്ചത് ഈ പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെയാണ്. ഇത് പ്രതികളുടെ മൊബൈൽ ഫോണിൽ മാത്രമല്ല, ഇവരുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ പോലും ഈ ദൃശ്യങ്ങളൊക്കെ ഇട്ടിരുന്നു. എന്നിട്ട് പോലും ഒരു വിദ്യാർത്ഥി പരാതിയുമായി മുന്നോട്ട് വന്നില്ല എന്നോ അധികാരികളെ ആരും അറിയിച്ചില്ല എന്നാണോ? ഈ നമ്മുടെ ഈ ഹോസ്റ്റലൊക്കെ പ്രവർത്തിക്കാൻ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. അവിടെ സെക്യൂരിറ്റി ജീവനക്കാരനുണ്ടായിരിക്കണം, ഒരു വാർഡൻ ഉണ്ടായിരിക്കണം ഫുൾ ടൈം. ഇതൊന്നും അവിടെ പാലിക്കപ്പെട്ടിരുന്നില്ലേ? ആര്യ, UGC ചട്ടം അനുസരിച്ച് കോളേജിൻ്റെ പ്രിൻസിപ്പൽ തന്നെയാണ് വാർഡൻ എന്ന് പറയുന്നത്. അസിസ്റ്റൻറ്റ് വാർഡൻ എന്ന് പറയുന്നത് കോളേജിലെ മറ്റൊരു അധ്യാപകനാണ്. ഇവർ രണ്ടുപേരും അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നത് പതിവ്. പകരം ഈ ഹോസ്റ്റലിൽ ഉള്ള ആളെന്ന് പറയുന്നത് ഒരു ഹൗസ് കീപ്പർ എന്ന് പറയുന്ന പോസ്റ്റിൽ ഒരു റിട്ടയർ ആയിട്ടുള്ള സെക്യൂരിറ്റിയാണ്. അവിടെ 24 മണിക്കൂറും ഉള്ള ആൾ എന്ന് പറയുന്നത്. ഈ ഹൗസ് കീപ്പറുടെ അപ്പുറത്തും ഇപ്പുറത്തെയും മുറിയിലാണ് ഈ 1ാം വർഷ വിദ്യാർത്ഥികളൊക്കെ തന്നെ താമസിച്ചിരുന്നത്. ആ മുറിയുടെ 2 മുറി മാറിയാണ് ഈ പീഡനം നടന്ന, ഈ റാഗിങ് നടന്ന 13 നമ്പർ മുറി എന്ന് പറയുന്നത്. അതായത് ഈ ഹൗസ് കീപ്പറുടെ 2 മുറിക്ക് അപ്പുറത്താണ് ഇത്തരത്തിൽ ഈ ക്രൂരമായ രീതിയിലുള്ള റാഗിങ് നടന്നത്. പക്ഷേ ഇത്രയും 3 മാസമായിട്ടും ഇത്രയും ഈ രീതിയിലുള്ള റാഗിങ് നടന്നിട്ടും ഇതൊന്നും തന്നെ ഈ ഹൗസ് കീപ്പറായിട്ടുള്ള വ്യക്തി അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ഇത്തരത്തിൽ ദുരൂഹമായ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിയിരിക്കുന്നത്. ഇത് പോലീസ് ഈ മൊഴി നിലവിൽ എന്തായാലും വിശ്വസിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ അത്തരത്തിൽ ഒരുപക്ഷെ ഒരു 11 മണിക്ക് ശേഷമാണ് ഈ ഹൗസ് കീപ്പറായിട്ടുള്ള ആളൊക്കെ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം, ഈ ഹോസ്റ്റലിലെ ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ ഉറങ്ങിയതിന് ശേഷമാണ് ഇത്തരത്തിൽ ക്രൂരമായ രീതിയിലുള്ള റാഗിങ് ഒക്കെ തന്നെ നടന്നിട്ടുള്ളത്. എങ്കിലും ഈ പൂർണ്ണമായും ഇത്തരത്തിൽ ഇത്രയും വലിയ രീതിയിലൊരു റാഗിങ് അവിടെ നടന്നിട്ടും എന്തുകൊണ്ട് ഈ ഹൗസ് കീപ്പറായിട്ടുള്ള ആൾ ഈ കാര്യങ്ങളൊന്നും തന്നെ അറിഞ്ഞില്ല എന്നതും വളരെ സംശയകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ എല്ലാ ഞായറാഴ്ചകളിലും ഇത്തരത്തിൽ സീനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ അവിടെ മദ്യപാനം നടത്തിയിട്ടുണ്ടായിരുന്നു. മറ്റ് ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് നിലവിൽ വിവരങ്ങളില്ല. പക്ഷേ മദ്യപാനം ഈ ഹോസ്റ്റലിനുള്ളിൽ നടന്നിട്ടുണ്ട് എന്ന സ്ഥിരീകരണത്തിലേക്ക് തന്നെയാണ് പോലീസ് പോകുന്നത്. കാരണം എല്ലാ ആഴ്ചയിലും വിദ്യാർത്ഥികളിൽ നിന്ന് 800 രൂപ വെച്ച് ഈ സീനിയേഴ്സ് പിരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാസത്തിൽ 3000-ഓളം രൂപ വരെ കൊടുത്ത വിദ്യാർത്ഥികൾ ഈ ജൂനിയർ വിദ്യാർത്ഥികളിലുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള മദ്യപാനമൊക്കെ ഈ ഹോസ്റ്റലിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ ഇത്രയും വലിയ രീതിയിലുള്ള ഒരു ഹോസ്റ്റലിനുള്ളിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെ നടന്നിട്ട് അത് ഈ ഹൗസ് കീപ്പറായിട്ടുള്ള വ്യക്തി അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഇത്രത്തോളം വിശ്വാസ്യതയുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പോലീസ് അന്വേഷണം കൂടുതൽ വിപുലപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് കൂടുതൽ ഇരകൾ ഇത് കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടോ എന്ന അന്വേഷണത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ പോകുന്നത്. നിലവിൽ ഒരു വിദ്യാർത്ഥി, അതായത് 1ാം വർഷ GNM ക്ലാസ്സിലാകെ ഉള്ളത് 6 ആൺകുട്ടികളാണ്. ഇതിൽ ഏലപ്പാറ സ്വദേശിയായിട്ടുള്ള വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് പോലീസ് ആദ്യഘട്ടത്തിൽ എടുക്കുകയും അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്തത്. ആ സമയത്ത് തന്നെ അത്തരത്തിൽ ഈ ഏലപ്പാറ സ്വദേശിയുടെ പരാതിയിൽ തന്നെ മറ്റ് 5 പേർക്കും സമാനമായ രീതിയിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നതിനെ മൊഴി പോലീസിന് നൽകിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം പോലീസ് ഇവിടെ കോളേജിൽ എത്തുകയും ബാക്കി 5 വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഈ 6 വിദ്യാർത്ഥികളുടെയും മൊഴി എന്ന് പറയുന്നത് ഈ 5-അംഗ സംഘം, അതായത് കോളേജിലെ സീനിയേഴ്സ് ആയിട്ടുള്ള 5-അംഗ സംഘത്തിനെതിരാണ്. അതായത് ഹോസ്റ്റൽ റൂമിൽ ഉറങ്ങാൻ പോലും അനുവദിക്കാത്ത തരത്തിലുള്ള റാഗിങ് തങ്ങൾ നേരിടേണ്ടി വന്നു എന്ന മൊഴിയിലാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് ഈ സംഘത്തിനെതിരെ കൂടുതൽ ഇരകൾ സ്വാഭാവികമായും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 2ാം വർഷ വിദ്യാർത്ഥികൾ. കാരണം ഈ പിടിയിലായിരിക്കുന്നതൊക്കെ തന്നെ 3ാം വർഷ വിദ്യാർത്ഥികളാണ്. സ്വാഭാവികമായി 2ാം വർഷ വിദ്യാർത്ഥികൾ ആർക്കെങ്കിലും സമാനമായ രീതിയിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ 5 പേർ തന്നെയാണ് പ്രതികൾ എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് സംഘമുള്ളത്. ഇതിൽ കൂടുതൽ പ്രതികളില്ല. കാരണം ഈ വിദ്യാർത്ഥികളുടെ മൊഴിയും അങ്ങനെ തന്നെയാണ് ഉള്ളത്. കൂടുതൽ ആളുകളില്ല. ഈ 5 പേർ ചേർന്നാണ് തങ്ങളെ ഇത്തരത്തിൽ ക്രൂരമായ രീതിയിൽ പിടിപ്പിച്ചത് എന്നുള്ള മൊഴിയാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ പ്രതികൾ നിലവിലില്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമികമായ നിഗമനം. ഇന്നലെ പ്രിൻസിപ്പലിന്റെയും അവിടെയുള്ള മറ്റ് അധ്യാപകരുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് കൂടുതൽ വിദ്യാർത്ഥികളുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ്. ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം, നമ്മളൊരു ആശുപത്രിയിലേക്ക് പോകുമ്പോൾ നമ്മൾ നഴ്സുമാരെ മാലാഖമാരെന്നൊക്കെ പറയാറുണ്ട്. നാളെ ആ വേഷത്തിൽ നമുക്കൊക്കെ ഒരു മുറിവ് പറ്റുമ്പോൾ ആശുപത്രിയിൽ എത്തി ചികിത്സിക്കേണ്ട, നമ്മുടെ മുറിവിൽ മരുന്ന് പുരട്ടേണ്ട ആളുകളാണ്. അത് ഇത്തരം ക്രൂരമായ മനസ്സുള്ള ആളുകൾ ഈ പറയുന്നത് പോലെ, ആര്യ പറഞ്ഞതുപോലെ, അവർ ഈ ആരോഗ്യ പരിപാലന രംഗത്തേക്ക്, ആതുര ശുശ്രൂഷ രംഗത്തേക്ക് വരുന്നു. അതിൽ തന്നെ രോഗികളുമായിട്ട് ഡോക്ടർമാരെക്കാൾ കൂടുതൽ ബന്ധമുണ്ടാകുന്നതും ഇടപെടുന്നതും നഴ്സുമാരാണ്. പക്ഷേ ഈ മനസ്സുമായി അവർ രോഗികളെ പരിചരിക്കാൻ വന്നു കഴിഞ്ഞാൽ അത് എന്താകും എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. നേരത്തെ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ അതായത് കേരളത്തിൽ ഒറ്റ ഒരു റാഗിംഗ് കേസിൽ മാത്രമാണ് ശിക്ഷ. പക്ഷെ അത് റാഗിംഗ് ആയതുകൊണ്ടല്ല, അത് കൂട്ടബലാത്സംഗം. അതെ, അതുകൂടി ഇൻവോൾവ് ആയതുകൊണ്ട്. അതിന് 2005-ൽ നടന്ന ഒരു സംഭവത്തിൽ, അതിനുശേഷം എത്രയോ റാഗിങ്ങുകൾ നടന്നു, മരണം പോലും ഉണ്ടായി. ഇതെല്ലാം ഉണ്ടായിട്ടും പക്ഷേ നമ്മുടെ നിയമ സംവിധാനത്തിന് മുന്നിൽ കൃത്യമായി കുറ്റവാളികളെ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. മാത്രമല്ല, ഹോസ്റ്റൽ സംവിധാനമാണെങ്കിലും കോളേജ് സംവിധാനമാണെങ്കിലും ഇപ്പോഴും കുട്ടികൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്.